ഹായ്, ഞാൻ സഫ്ന ഫ്രം പാലക്കാട്. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ വിന്നായി സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കേക്ക് മിക്സഡ് ഫ്രൂട്ട് ആൻഡ് കസ്റ്റാർഡ് ലാവ കേക്കാണ്. ആദ്യം കേക്കിന് ആവശ്യമുള്ള ഒരു ഡെക്കറേഷൻ, ഗ്ലാസി ലുക്കിലൊരു ഫ്രൂട്ട് ഡെക്കറേഷൻ കൊടുക്കാം നമുക്ക്. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് ചൈന ഗ്രാസ്, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ചൂടാക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മെൽറ്റാവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വാനില സ്പഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് നമുക്കതിന് പകരമായിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇനി നന്നായിട്ടത് അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുക. അപ്പോഴേ നമ്മുടെ സ്പഞ്ച് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. 4 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. 2 ഡ്രോപ്പ് മിൽക്ക് എസൻസ് ഒഴിക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ്, 2 ഡ്രോപ്പ് അമേരിക്കൻ എസൻസ്, ഐസ്ക്രീം എസൻസ് ഒഴിക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 30 ml ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ തന്നെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് കൂടെ ഇതിൽ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓവനൊന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്യാം. ഇനി ബാറ്റർ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാനിലേക്ക് മാറ്റാം. 7 ഇഞ്ചിൻ്റെ പാനാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര, 2 ടീസ്പൂൺ ചീസ് ക്രീം, ബീറ്റ് ചെയ്തെടുക്കാം. ഹായ്, കേക്കിൻ്റെ ബേക്കിംഗ് സ്റ്റേജ് ഓക്കെയാണ്. ഓക്കെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഫില്ലിങ്? ഇത് കസ്റ്റാർഡിലാണ് ഫ്രൂട്ട്സ് ചെയ്യാൻ പോണത്. ലാവ കസ്റ്റാർഡ് വാനില സ്പഞ്ചിലാണ്. വാനില കസ്റ്റാർഡ് ലാവ കേക്ക്. ഓക്കെ, അതായത് ഫ്രൂട്ട് കസ്റ്റാർഡ്. ഫ്രൂട്ട് കസ്റ്റാർഡ്. എന്നിട്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ലാവ പറയുന്നത്. ലാവ. ഇതിപ്പോൾ ഓറഞ്ച്, അത് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വരും. അതും വരും. പിന്നെ ബ്ലൂബെറി കാണുന്നത് അതൊക്കെ മറ്റേ ഫ്രൂട്ട്സിൻ്റെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് മിക്സഡ് ഫ്രൂട്ട്സ് ആണ് ചെയ്യുന്നത്. വേറെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ, ഇതിപ്പോൾ വാനില സ്പഞ്ചാണ്. വാനില. ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് തയ്യാറാക്കാം. 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുക്കിംഗ് ക്രീം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരു 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആവണം. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഡെക്കറേഷനുള്ള ബ്ലൂബെറി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഫൈനൽ ഫില്ലിങ് കൊടുക്കാൻ തന്നെ കറക്റ്റായിട്ട് വന്നു അല്ലേ? വന്നിട്ടുണ്ട്. വോളിയം കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യണം. ചൂടാറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എത്ര ലെയർ ആക്കാനാ പ്ലാൻ? 3 ലെയർ കൊടുക്കാം. നല്ല സ്പഞ്ച്. നൈസ്. കാണുമ്പോൾ അറിയാം. നൈസ്. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സ് കസ്റ്റർഡ് ആൻഡ് ക്രീം ചീസ് ലാവ വൈറ്റ് ചോക്ലേറ്റ്. ഓക്കെ. അപ്പോൾ ഇനി അവസാനത്തെ സ്റ്റേജാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ചെയ്താലേ പറ്റുള്ളൂ. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സിയിൽ നിന്ന് ഹാഫ് പോർഷൻ നമുക്കൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ആപ്പിൾ, പിന്നെ അനാറ് ആൻഡ് മുന്തിരി, ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കേക്കിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് കസ്റ്റാർഡും പാലും കൂടിയുള്ള മിക്സ് നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ കേക്കിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഈ പാലും കസ്റ്റാർഡ് മിക്സും കൂടെ ഉള്ള ക്രീം ചീസ് ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ക്രഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ലെയറിലായിട്ട്. നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ലെയറിലായിട്ട് ക്രീം ചീസ്, നമുക്ക് ഓറഞ്ചിൻ്റെ ക്രഷ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായി വീണ്ടും കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം.